നമുക്കിന്ന് രാവിലെ ഉണ്ടല്ലോ ചപ്പാത്തിയും സ്റ്റൂവാണ് കറി. അപ്പോൾ സ്റ്റൂവിന് ഞാനിവിടെ വെള്ളക്കടലയും നമ്മുടെ അട്ടാണിയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വെന്ത് കഴിഞ്ഞു. ഇപ്പോൾ അതിനകത്തേക്ക് കാണിച്ചു തരാമേ. അതിനകത്തേക്ക് പിന്നെ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകണം. എന്തൊക്കെയാണെന്നറിയാമോ? നമ്മളുടെ കോളിഫ്ലവർ ഇത് തിളച്ച വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. മഞ്ഞപ്പൊടി ഇട്ടില്ല എന്ന് വെച്ചാൽ ഇത് വെള്ള കളറിലെ കറിയായതുകൊണ്ട് മഞ്ഞ കളറിലിരിക്കില്ലേ, അത് കാരണം അതിട്ടില്ല. പിന്നെ 2-3 വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയൊരു പീസ് ക്യാരറ്റ്, നമ്മളുടെ ഉരുളക്കിഴങ്ങ്, ഇത്ര സാധനങ്ങളിട്ടിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനൊന്ന് കാണിക്കാം, ഇളക്കി വെക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അതിൻ്റെ ഉള്ളിലേക്ക്. ഇനി നമ്മൾ അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാൻ പോകണേ. അവിടെ നിന്ന് വേവട്ടെ. അപ്പം ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഞാനിതൊരു പരത്താൻ പോകണേ. പരത്തുമ്പോൾ കാണിക്കാം കേട്ടോ. ചപ്പാത്തി പരത്തി തുടങ്ങാം കേട്ടോ. ഇതെല്ലാം ഒന്നും കാണിക്കുന്നില്ല, ഒരു 2 ചപ്പാത്തി. ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് ഇതാക്കണം. ഇത് നല്ല തൂത്ത് വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതാ ഒരെണ്ണം വരച്ച് കഴിഞ്ഞു. ഇപ്പോൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ, ഇനി ചൂടുമ്പോൾ കാണിക്കാം കേട്ടോ. ഇതാ ചപ്പാത്തി ചൂടാൻ പോവണേ. അപ്പോൾ അത് കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ചപ്പാത്തി 2 കാണിക്കുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കും ഇല്ലെങ്കിൽ. അതൊന്നും ഒരു സൈഡിൽ കംപ്ലീറ്റ് ബബിൾസ് വരട്ടെ, അന്നേരം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. വന്നു തുടങ്ങുന്നുണ്ടേ, കാണുന്നുണ്ടല്ലോ അല്ലേ. നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനെന്തായാലും ഇത്തിരി എണ്ണ പറ്റുന്നുണ്ട്. നമുക്ക് ഈ സൈഡിൽ കൂടി കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ എണ്ണ തൂക്കാറില്ല, ഇന്നിപ്പോൾ ഒരു മോഹം ഇത്തിരി എണ്ണ തേക്കണം എന്നുള്ളത്. കണ്ടോ, ഒരു ചപ്പാത്തി ഞാൻ എടുക്കുവാണേ. രണ്ടാമത്തെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കുളച്ച് വരുന്നുണ്ട്. ഇത് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാവേ. എണ്ണ അവിടെ എല്ലാം വീഴുന്നു. നമുക്കിതെടുക്കാം കേട്ടോ. ഞാൻ 3ാമത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടിയേ കാണിക്കുന്നുള്ളേ. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വരുന്നതുണ്ടോ? കണ്ടോ, നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം.
മറച്ചിട്ട് ഈ സൈഡിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ. സ്റ്റൂ വെക്കാനായിട്ടേ ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇന്ന് കടുക് തളിക്കൂല കേട്ടോ. പിന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നു. സവാള മുരിയട്ടെ കേട്ടോ. ഇതാകണ്ടോ, സവാള നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണം നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്തേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് പതിയെ വറ്റട്ടെ. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്ത് സ്പൂൺ അതിൻ്റെ ഇടയിലായിപ്പോൾ എൻ്റെ കൈ നനഞ്ഞതാണ്, ഇട്ടാൽ ശരിയാവില്ല. ഇതിനകത്ത് ഒരു സ്പൂൺ ഇത്തിരി ഗരം മസാല കേട്ടോ. കുറേ ഇടരുതേ, കുറേ ഇട്ട് അതിൻ്റെ കളർ മാറിപ്പോകും കറിയുടെ. ഒന്നുള്ളു രണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. തേങ്ങാപ്പാലും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ എടുത്ത് വെക്കട്ടെ. അപ്പോഴേക്കും നന്നായിട്ട് വറ്റിയിട്ടുണ്ട് വെള്ളം. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടി ഒരുമിച്ചുള്ളതാണ് കേട്ടോ. ഇനി കറി തിളക്കണ്ട, നമുക്കിത് മതി. ഉപ്പൊന്നും നോക്കിയില്ലായിരുന്നു. ഉപ്പിടണോ? വേണമെങ്കിൽ കുറച്ചിടാം. അങ്ങനെ സ്വാദിഷ്ടമായ സ്റ്റൂ. എനിക്ക് ഓതൻറ്റിക് രീതിയിലൊന്നുമല്ല ഞാനിത് വെച്ചിരിക്കണം കേട്ടോ. സാധാരണ നമ്മൾ സിമ്പിൾ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. എങ്കിലും കറി നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തന്നില്ലേ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത്. അപ്പം നിങ്ങളൊക്കെ വെച്ച് നോക്കുക കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാനെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ചെയ്യാറുള്ളത്. എൻ്റെ റെസിപ്പി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെയൊക്കെ തന്നെ ചെയ്യും. ഇതേപോലെ തന്നെ ചെയ്യണം എന്ന് ഞാൻ പറയൂല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് ഞാൻ പറഞ്ഞ ഞാൻ നല്ല എളുപ്പത്തിലുള്ള പണികളാണ് ചെയ്യണമല്ല. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം, അത്രേ ഉള്ളൂ. രാവിലെ പണിയെല്ലാം അടിക്കലും തുറക്കലൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ഈ അടുക്കളയിൽ പണി കഴിയുമ്പോഴത്തേക്കും കുറച്ച് അവിടെ ഇവിടെയൊക്കെ തെറിച്ചിട്ടൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് തൂത്ത് കളയണം ഇനി. അത്രേ ഉള്ളൂ പണി. അതിൻ്റെ ബ്ലൂടൂത്ത് ഓണായില്ല കൊണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരാൾ പോലും ലൈക്കും കമൻറ്റും അടിക്കുന്നില്ല കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റും. ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.